ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടല്ല കേട്ടോ, ഒരു കുട്ടി വ്ളോഗാണ്. ഇത് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ നടക്കാൻ പോവാറുണ്ട്. അങ്ങനെ നടന്ന് പകുതിയായപ്പോൾ വിചാരിച്ചു കുറച്ച് മീൻ മേടിച്ചാലോ. അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോയി. ഞങ്ങൾ പോയിട്ടുള്ളത് അബുദാബിയിലുള്ള അൽമീന ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. രാവിലെ ഒരു 7-8 മണിയായി കാണും. ഇതാണ് അൽമീന ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഭേദം ഫിഷ് സൂക്ക് എന്ന് പറയുന്നതായിരിക്കും ശരി. അത്രയ്ക്ക് ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. രാജുവേട്ടൻ അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഇഷ്ടംപോലെ ഷോപ്സാണ്. കുറേ ഷോപ്സും ഉണ്ട്, കുറേ ഫിഷും ഉണ്ട്. ചില സ്റ്റാളിലൊന്നും മീനില്ല. ഇപ്പം റമദാൻ ആയത് കാരണം ചില സ്റ്റാളിലൊന്നും മീനുകളില്ല. ആളുകളും കുറച്ച് കുറവായിരുന്നു. ഓരോ ഷോപ്പിന് ഓരോ നമ്പറും ഉണ്ട്, പേരും ഉണ്ട്. പല മീനിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. ഷെൽഫിഷ് ഉണ്ട്, അയില, മത്തി, നെത്തോലി, നെയ്മീൻ എല്ലാം ഉണ്ട്. ഈ സ്റ്റാളിൽ നിന്നാണ് ഞങ്ങൾ മീൻ മേടിച്ചത്. കരിമീൻ എന്നാണ് ഇതിൻ്റെ പേര്, ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പം വരുന്ന ഫിഷ് അധികം ഫിജേറയിൽ നിന്നാണ് വരുന്നത്, ഒമാൻ എന്നല്ല വരുന്നതെന്ന് പറയുമായിരുന്നു. ഞാൻ കുറച്ച് അയില മേടിച്ചു. നല്ല ഫ്രഷ് അയിലയായിട്ട് എനിക്ക് തോന്നി. അപ്പം ആ ചേട്ടൻ എനിക്ക് കാണിച്ചു തരുമായിരുന്നു അയിലേൻ്റെ ഫ്രഷ്നെസ്. അത്രയ്ക്കും ഫ്രഷായിരുന്നു അത്. കറി വെച്ചപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വെരി ഫ്രഷ്, നല്ല ഫ്രഷായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഞണ്ട് മേടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞണ്ടിൻ്റെ വ്യത്യാസം ആ ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു. ആൺഞണ്ടും ഉണ്ട്, പെൺഞണ്ടും ഉണ്ട്. ഈ ബ്ലൂ കളറിലുള്ളതാണ് മെയില്. ഇത് ഇപ്പോൾ കാണിച്ചു തരുന്ന മഞ്ഞ ഇതുള്ളത് ഫീമെയിലാണ്. അപ്പോൾ കറി വെച്ചാൽ നല്ലതും ടേസ്റ്റ് ഉള്ളതും ഫീമെയിലാണെന്ന് ചേട്ടൻ പറഞ്ഞു. മാംസവും അതിലായിരിക്കും ഇത്ര കൂടുതൽ. ഇത് ഫീമെയിലാണ്. അപ്പോൾ കുറച്ച് ഞണ്ടും മേടിച്ചു. ഇനി വാങ്ങിയ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. സാധാരണ ഞങ്ങൾ ഇവിടെ കൊടുക്കാറാണ് ചെയ്യുക. ആ മീനിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഒരു ചെറിയ എമൗണ്ട് അവിടെ അടച്ചു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും. അതിനൊരു ടോക്കണും തരും. അപ്പോൾ ഇതാണ് ക്ലീനിങ് സെക്ഷൻ. എന്ത് നീറ്റാന്ന് നോക്കിയേ, വളരെ നീറ്റാണ്. ഇവിടെ മൊത്തം ഫിഷ് മാർക്കറ്റും ക്ലീനിങ് സെക്ഷനും ഒക്കെ വളരെ നീറ്റാണ്. ഒരു സ്മെല്ലും ഇല്ല, ഒരു ഫിഷിൻ്റെ ഒരു മണവും അങ്ങനെയൊന്നുമില്ല. വളരെ നീറ്റാണത്. കുറേ ആളുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ ആളുകൾ മേടിക്കും, ഇവിടെ ക്ലീൻ ചെയ്യാൻ കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇത് വലിയൊരു ഫിഷാണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ അപ്പം തന്നെ ഗാർബേജിലിടും. ആ ഹോള് ഉള്ളതാണ് ഗാർബേജ്. അതിൻ്റെ അടിയിൽ തന്നെ ഗാർബേജ് ബാഗും ഉണ്ട്. അപ്പം തന്നെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ അത് ഗാർബേജ് ബാഗിലേക്ക് പൊയ്ക്കോളും. എല്ലാം അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിലമെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു വെയിറ്റിംഗ് ടൈമിൽ കുറച്ചുകൂടെ മീനിൻ്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞാനൊന്ന് കറങ്ങി നടക്കുകയായിരുന്നു. ഇതൊക്കെ കൂന്തള്, ചെമ്മീനൊക്കെ നല്ല സ്റ്റൈലാക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എന്ത് ഭംഗിയാ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അങ്ങനെ നെക്സ്റ്റ് അവിടെ സ്റ്റാളിലുള്ളത് നമ്മുടെ ഡ്രൈ ഫിഷിൻ്റെ സെക്ഷനാണ്. ഡ്രൈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഉണക്ക ചെമ്മീനുണ്ട്, മാന്തളുണ്ട്, സ്രാവുണ്ട്, മുള്ളനുണ്ട്, അങ്ങനെ കുറേ മീനുകളുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ അവർ ഉണക്കി വാക്യൂം പാക്ക് ചെയ്തിട്ട് വിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് സ്ക്വാഷും അച്ചാറും അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇത് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന ഫിഷ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്ത് തരും, തവാ ഫ്രൈ ചെയ്ത് തരും. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതൊക്കെ അവർ ചെയ്തു തരും. ഇപ്പോൾ റമദാൻ ആയത് കാരണം ഇതൊക്കെ അടവാണ്. വൈകുന്നേരം ഇതൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആളുകൾ മീൻ വാങ്ങാനും വരുന്നതൊക്കെ കുറവാണല്ലോ രാവിലെ, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആയിട്ടുണ്ട്. അയാൾ കൊണ്ട് വെച്ചു അവിടെ ഫിഷ്. ടോക്കൺ കൊടുത്തു. ഞങ്ങൾ ഫിഷ് എടുത്ത് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയൂ കേട്ടോ കമൻസിൽ. അങ്ങനെ ഫിഷൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.